ഗ്രാമഫോൺ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനീർ ബാബു. വാർത്തകളിലേക്ക്. സ്നേഹസമന്വയത്തിന്റെയും അക്രമരാഹിത്യത്തിന്റെയും പാഠങ്ങൾ പകർന്ന മഹാത്മാവിന് പ്രണാമമർപ്പിച്ച് നാടെങ്ങും ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂളിലെ NSS വളണ്ടിയേഴ്സാണ് സേവനവാരത്തിന്റെ ഭാഗമായി അലനല്ലൂർ സർക്കാർ ആശുപത്രിയിലേക്കുള്ള പാതയോരങ്ങൾ വൃത്തിയാക്കിയത്. പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ഗാന്ധി ജയന്തി സേവനവാരാചരണ ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മഠത്തൊടി റഹ്മത്ത് നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് P. മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VHSE പ്രിൻസിപ്പാൾ സുധാറാണി, അധ്യാപകനായ അസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വളണ്ടിയർമാർ പാതയോര ശുചീകരണം നടത്തി. ഈ സേവനവാരം ആഘോഷിക്കുന്നതിലൂടെ നാം ഏതെങ്കിലും ഒരു ജോലി സംഘം ചേർന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കൊമ്പം വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി സേവനവാരത്തിന് ആരംഭം കുറിച്ചു. സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി കോമ്പൗണ്ടും പരിസരവും ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കി. ആയുർവേദ ഡിസ്പെൻസറിയിലേക്കുള്ള വഴിയോരങ്ങൾ പ്രവർത്തകർ ശുചീകരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ ജലീൽ, അഷ്റഫ് കോൽക്കാട്ടിൽ, ഷെരീഫ് പാക്കത്ത്, ഹമീദ് അക്കര, കൊമ്പത്ത് നാസർ, കബീർ അക്കര തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ലബ്ബ് എന്ന് പറയുന്നത് കളിക്ക് മാത്രമല്ല സാമൂഹിക പ്രവർത്തനത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് കൊമ്പം വിന്നേഴ്സ് ക്ലബ്ബ്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ ഒരുപാട് ആക്സിഡന്റ് കേസുകളും പല ആക്സിഡന്റ് കേസുകളിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് യൂണിഫോം വിതരണം, കുട്ടികൾക്ക് പഠനോപകരണം, ഓരോ വർഷവും ഓരോ പരിപാടികളുമായും മുന്നോട്ട് പോവുകയാണ് ക്ലബ്ബ്. എരങ്ങോട്ടുകുന്ന് ജനകീയ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. വായനശാലയിൽ വിദ്യാർത്ഥികൾക്കായി ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 40 വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള ക്വിസിന് മധു അലനല്ലൂർ നേതൃത്വം നൽകി. വൈകുന്നേരം എരങ്ങോട്ടുകുന്ന് സെന്ററിൽ നിന്നും ഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. 4 ഖണ്ഡം വരെ ഘോഷയാത്ര നടത്തി വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ കലാസമിതി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുത്തങ്കോട്ട് ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വായനശാലയിൽ വെച്ച് ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികൾ നടത്തുന്ന കലാസമിതിയാണ് എരങ്ങോട്ടുകുന്ന് ജനകീയ കലാകായിക സമിതി. എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ഉൾപ്പെടുത്തിയാണ് സ്മൃതിയാത്ര സംഘടിപ്പിച്ചതെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് P. സുരേന്ദ്രൻ പറഞ്ഞു. മതേതരത്വ മുഖ്യ വിഷയമായിക്കൊണ്ട് ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തകർ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയായി ഒരു ഗാന്ധി സ്മൃതി യാത്രയും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ്. പ്രദേശത്തെ ക്ലബ്ബുകളുടെ ഐക്യത്തോടെയുള്ള പ്രവർത്തനം എരങ്ങോട്ടുകുന്ന് പ്രദേശത്തെ നിവാസികളുടെ ഒരുമയാർന്ന വികസനത്തിനും വളർച്ചയ്ക്കും പ്രചോദകമായെന്ന് വൈസ് പ്രസിഡന്റ് P. ഉമ്മർ പറഞ്ഞു. ഇവിടെ 2-3 ക്ലബ്ബുണ്ട്. അവരെല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഇവിടെ ഏതാ രാഷ്ട്രീയം തന്നെ ഇവിടെ പറച്ചില്ല, രാഷ്ട്രീയം തന്നെ ആരും പറച്ചില്ല. അത്രയും ഒരുമയോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ് ഈ ക്ലബിന്റെ അംഗങ്ങളും. ഇവിടെ 3 ക്ലബിന്റെ മെമ്പർമാരും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്കും. ക്ലബ്ബ് സെക്രട്ടറി P. സന്തോഷ്, ട്രഷറർ M. മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, ഫൈസൽ മുനീർ എന്നിവർ സംസാരിച്ചു. ദേശീയപാത 213 കൊമ്പം ആശുപത്രി ജംഗ്ഷനിൽ MLA വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം MLA N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 213 കൊമ്പം ആശുപത്രിപ്പടി ജംഗ്ഷനിൽ MLAയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം MLA N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെക്കൻ അസ്മാബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എൻ ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK ഉമ്മുസൽമ, അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കല്ലടി അബൂബക്കർ, അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, BSNL SDE ഷാനവാസ്, ജയപ്രകാശ് വാഴോത്ത്, അക്കര മുഹമ്മദ്, കോഴിശ്ശേരി അബ്ദുള്ള, A അബ്ദുൾ ജലീൽ, CT ഹംസ, ഹമീദ് കൊമ്പത്ത്, അഷ്റഫ് കോൽക്കാട്ടിൽ, A ഷഫീഖ്, CT മൊയ്തുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. FM റേഡിയോ, മൊബൈൽ ചാർജറുകൾ, ഇന്റർനെറ്റ്, വൈഫൈ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം 2.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് സർക്കാർ ഏജൻസിയായ സിഡ്കോ നിർമ്മിച്ചിരിക്കുന്നത്. RSS നേതാക്കളുടെ സംവരണ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ അലനല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുയോഗം താലൂക്ക് സെക്രട്ടറി PC അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. RSS നേതാക്കളുടെ സംവരണ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ അലനല്ലൂർ മേഖല പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അലനല്ലൂർ ടൗണിൽ പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി താലൂക്ക് സെക്രട്ടറി PC അയ്യപ്പൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ കമ്മിറ്റി അംഗം P കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി അംഗം P മുസ്തഫ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ഹംസ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ A രാമകൃഷ്ണൻ, പാറപ്പുറത്ത് അബ്ദുൽ കരീം, K സോമശേഖരൻ, മണികണ്ഠൻ, AT നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. അലനല്ലൂർ ആശുപത്രിപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ചൂരക്കാട്ടുപടി, ചന്തപ്പടി, പഞ്ചായത്ത് ജംഗ്ഷൻ എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ആശുപത്രിപ്പടിയിൽ സമാപിച്ചു. തുടർന്ന് പൊതുയോഗം ആരംഭിക്കുകയായിരുന്നു. ഗോപകുമാർ, സഹദേവൻ, കൃഷ്ണകുമാർ, ഷഫീഖ്, നാസർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാവപ്പെട്ട പട്ടികജാതി വിഭാഗക്കാർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നത് മഹാനായ അംബേദ്കർ രൂപീകരിച്ച സംവരണ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സംവരണം പാലിക്കാൻ ബാധ്യസ്ഥരായ കേന്ദ്രത്തിലെ NDAയുടെ കക്ഷി നേതാക്കൾ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. RSS സർസംഘചാലക് മോഹൻ ഭഗവതും MG വൈദ്യയും രാജ്യത്തെ പട്ടികജാതിക്കാർക്കും പിന്നാക്ക സമുദായങ്ങൾക്കും സംവരണം ആവശ്യമില്ലെന്ന നിലപാടെടുത്തിട്ടും ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും, എന്നാൽ ശിവസേനയും വിശ്വഹിന്ദു പരിഷത്തും RSS നേതാക്കളുടെ പ്രസ്താവനകളെ അനുകൂലിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. ഇവിടുത്തെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും എല്ലാവരെയും തന്നെ സംവരണം എന്ന വിഷയത്തിൽ വളരെ ഗൗരവമായി കാണുന്നൊരു വിഷയമാണ്. പാവപ്പെട്ട പട്ടികജാതി വിഭാഗക്കാർ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നത് മഹാനായ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന സംവരണ നയം, ഈ സംവരണം നടപ്പാക്കേണ്ടതില്ല എന്നുള്ള സമീപനത്തിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ PKSന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരികയാണ്. ഇവിടെ പട്ടികജാതിക്കാരൻ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പോലെ തന്നെ കേരളത്തിലും തോട്ടിപ്പണിയെടുത്ത് ജീവിക്കണം, അവന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയില്ല, അവരെ സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇവിടെ RSSും അതുപോലെ തന്നെ BJPയും വിശ്വഹിന്ദു പരിഷത്തും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ള. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി മണ്ണാർക്കാട് ദാറുന്നജാത്ത് സ്കൂളിൽ ദ്വിദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ദേശീയ തലത്തിൽ വ്യക്തിത്വ വികസന ക്യാമ്പ് അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ പല പ്രവിശ്യകളിലും 1000 വില്ലേജുകൾക്ക് ഒരു LP സ്കൂൾ പോലും ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയെ ഗൗരവമായി കാണാറില്ല. അതിനു കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരമാണെന്നും MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി യത്തീംഖാന ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ഇതൊരു കേരളീയ പരിസരത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മണ്ണാർക്കാടിന്റെ മലപ്പുറത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ പ്രസക്തി, ഇതിന്റെ കൃത്യമായ പ്രസക്തി ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളാം എന്നില്ല. നമ്മുടെ നാട്ടിൽ ആദിവാസി, പട്ടികവർഗം, അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ, അത് വ്യത്യസ്ത തരങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക്, അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉദ്യോഗ രംഗങ്ങളിൽ ഒക്കെ പ്രത്യേകമായ ചില പരിചരണം നൽകാറുണ്ട്.
എന്നതിന്റെ കാരണം അവർ സാമൂഹ്യമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പൊ എന്നതുപോലെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടെ കാണുന്ന സാഹചര്യമല്ല ദേശീയ തലത്തിലുള്ള സാഹചര്യം. ഇന്ത്യൻ സാഹചര്യത്തിൽ SC/ST വിഭാഗങ്ങളെക്കാൾ സാമൂഹ്യ ജീവിതത്തിൽ പിറകിലാണ് ഇവിടെ ഈ നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, പാഴ്സികൾ, നിയോ ബുദ്ധിസ്റ്റുകൾ. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഭാവി സാധ്യതകൾ കണ്ടെത്തുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ മുഹമ്മദ് കാസിം, CCMY പ്രിൻസിപ്പൽ ടി അബൂബക്കർ, PTA പ്രസിഡന്റ് P മൊയ്തീൻ ഹാജി, കൺവീനർ സാംസൺ, KH ഫഹദ്, CP മൊയ്തീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലക്കാഴി ഹരിതം സ്വയം സഹായ സംഘം നട്ടുവളർത്തിയ ജൈവ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KA സുദർശൻകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാഴി ഹരിതം സ്വയം സഹായ സംഘം പ്രവർത്തകർ നട്ടുവളർത്തിയ ജൈവ പച്ചക്കറി കൃഷിവിളകളുടെ വിളവെടുപ്പ് നടന്നു. പാലക്കാഴിയിൽ CPM പാലക്കാഴി ബ്രാഞ്ചിന്റെ സഹകരണത്തോടെയാണ് പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിൽ കൂട്ടായ്മ രൂപീകരിച്ച് ജൈവ പച്ചക്കറി കൃഷി ആദ്യം തന്നെ ആരംഭിച്ചതെന്നും സമീപഭാവിയിൽ തന്നെ ജൈവ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യ സംഘാടകനായ OP സിദ്ദീഖ് പറഞ്ഞു. CPM പാലക്കാഴി ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നായി എടുത്തൊരു കൂട്ടായ്മയാണ് ഹരിതം സ്വയം സഹായ സംഘം. തീർച്ചയായും എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വരികയും അതുവഴി ഇത്തരം ജൈവ പച്ചക്കറി കൃഷി രീതിയിലേക്ക് എല്ലാ യുവാക്കളും ചെറുപ്പക്കാരും ആകർഷണം ചെയ്താൽ സമീപ ഭാവിയിൽ തന്നെ പച്ചക്കറിയിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയുകയും അതുവഴി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മത്തൻ, പയർ, വെള്ളരി, വെണ്ട, പടവലം, ഇളവൻ തുടങ്ങിയ കൃഷിവിളകളാണ് പാലക്കാഴിയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വിനീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KA സുദർശനകുമാർ നിർവഹിച്ചു. വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അപകടകരമായ അനാരോഗ്യ ശീലങ്ങളിൽ നിന്ന് മലയാളിയെ രക്ഷിക്കുക എന്ന ഉദ്ദേശവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അപകടകരമായ അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും മലയാളികളെ രക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ പ്രചരണത്തോടു കൂടിയാണ് തദ്ദേശീയമായി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പച്ചക്കറി ഉൽപ്പാദന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. കേരളത്തിലേക്കുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് ഒരു വലിയ അളവോളം പിടിച്ചു നിർത്താൻ ഈ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു. രഹിതമായ പച്ചക്കറിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്ന വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കാനായി. അതിൽ 9 പ്രദേശങ്ങളിൽ ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ടും തുടർച്ചയായി ഇത്തരം പച്ചക്കറിയുടെ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സ്റ്റാളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടി സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ കർഷക സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടികൾ വ്യാപകമായി സംഘടിപ്പിച്ചു. അതിന് പുറമെ പാലക്കാഴിയിലെ CPIMന്റെ ബ്രാഞ്ച് അതിന്റെ പ്രവർത്തകരുമെല്ലാം മുൻകൈയെടുത്തുകൊണ്ടാണ് ഇവിടെ പ്രധാനമായും കൃഷി ഉപജീവന മാർഗമായി സ്വീകരിക്കാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിപുലമായ ഒരു പച്ചക്കറി ഉൽപ്പാദന സംരംഭം ആരംഭിച്ചത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വികാരമായി ജനങ്ങളുടെ ഒരു വലിയ നേതൃത്വത്തിലുള്ള പ്രവർത്തനമായി ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം രംഗത്ത് വരുന്നു എന്നാണ്. അത് സ്വാഗതാർഹമാണ്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം P മുസ്തഫ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം പാറപ്പുറത്ത് അബ്ദുൽ കരീം, മോഹൻദാസ്, PK രാധാകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോട്ടോപ്പാടത്ത് ഏകദിന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആക്റ്റീവ് ബാഡ്മിന്റൺ ക്ലബിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. കോട്ടപ്പാടം ആക്റ്റീവ് ബാഡ്മിന്റൺ ക്ലബ്ബ് അഥവാ ABC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൺ ഡേ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ABC ക്ലബിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഏകദിന ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നത്. മത്സരത്തിൽ എടത്തനാട്ടുകരയിൽ നിന്നുള്ള അമൽ, വിമൽ എന്നിവർ ചാമ്പ്യന്മാരായി. പാണ്ടിക്കാട് നിന്നുള്ള ടീമായ ഷാഹിദ്, ഷിഹാദ് എന്നിവരുടെ ടീമിന് 2ാം സ്ഥാനം ലഭിച്ചു.
അരിയൂർ ബാങ്ക് ഡയറക്ടർ അബ്ദുൽ അസീസ്, അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകൻ എം അബ്ദുസമദ് എന്നിവർ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ബഷീർ നാലകത്ത്, മുഹമ്മദ് അലി, നിഷാദ്, റൌഫ്, നിസാർ, ഫൈസൽ കല്ലടി, ബഷീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ മണ്ണാർക്കാട് അഡീഷണൽ ICDSന് കീഴിൽ വയോജന ദിനം ആചരിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കൻ അസ്മാബി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനച്ചിത്തൊടി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലടി അബൂബക്കർ, ICDS സൂപ്പർവൈസർ ഹാജറ ബീവി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, അസൈനാർ എന്നിവർ വയോജന പരിചരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന വ്യക്തികളെ ആദരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ സംസാരിച്ചു. രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് ഇവിടെ അരാജകത്വമുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. അത് പറയാൻ ഒരു മടിയില്ല. ഇന്ന് വീടുകളിൽ സ്വന്തം അഭിപ്രായത്തിലുള്ള ഭാര്യയും ഭർത്താവും അവരുടെ സ്വന്തം അഭിപ്രായത്തിലുള്ള പ്രവൃത്തി കാരണം വീട്ടിലിരിക്കുന്ന വയസ്സായ ആളുകൾക്ക് ഉണ്ടാകുന്ന പരവശം അത് അവരുടെ തലമുറ കൈമാറി മറ്റ് കുട്ടികളെ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. മണ്ണാർക്കാട് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് ആര്യമ്പാവ് ജംഗ്ഷനിൽ പുതുതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ കാസിം കുന്നത്ത്, N ഹംസ, അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, NP റൈഹാനത്ത്, അഡ്വക്കേറ്റ് ഉമ്മു സൽമ, വളവഞ്ചിറ വാസു, PM അലി, NP ഹമീദ്, സത്താർ പടുവിൽ, NP ഹംസ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പാടം വേങ്ങയിലെ പടുവിൽക്കുണ്ടിൽ വലിയ പെരുന്നാൾ ഫെസ്റ്റ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പടുവിൽക്കുണ്ട് TYC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ബക്രീദ് ഫെസ്റ്റ് നടത്തിയത്. വിവിധ കലാകായിക പരിപാടികൾ നടന്നു. ഇതോടനുബന്ധിച്ച് ഏകദിന ഫുട്ബോൾ മത്സരവും നടത്തി. TYC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികളായ സത്താർ, കുഞ്ഞു മുഹമ്മദ്, അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിള കലാ അക്കാദമി പാലക്കാട് നടത്തിയ സംസ്ഥാനതല മാപ്പിളപ്പാട്ട് രചനാ മത്സരത്തിൽ പങ്കെടുത്ത തെങ്കര മണലടി സ്വദേശി സിദ്ദിഖ് ഒന്നാം സ്ഥാനം നേടി. മറക്കാത്ത ദുരന്തം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു രചനാ മത്സരം നടന്നത്. 2005-ൽ സുനാമിയെക്കുറിച്ച് രചിച്ച മാപ്പിളപ്പാട്ട് ഏറെ നിലവാരം പുലർത്തുന്നതാണെന്ന് വിവിധ മാപ്പിള കലാ അക്കാദമി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടതായും സിദ്ദിഖ് പറഞ്ഞു. മറക്കാത്ത ദുരന്തം എന്ന ഇതിവൃത്തമായിരുന്നു അതിലെ പ്രധാന വിഷയം. ആ മറക്കാത്ത ദുരന്തത്തെ ആസ്പദമാക്കിക്കൊണ്ട് തനതായ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാ പ്രാസദീക്ഷയും പാലിച്ച് അതിൻ്റെ കമ്പിയും കഴുത്തും അതിൻ്റെ വാൽക്കമ്പിയും അതിലെ അടികളും എല്ലാം പരമാവധി പാലിച്ച് എഴുതിയതിന് ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്ത് മാപ്പിളപ്പാട്ട് രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. 2005-ൽ സുനാമിയെക്കുറിച്ച് ഒരു മാപ്പിളപ്പാട്ട് എഴുതിയതിന് വിവിധ മാപ്പിളക്കലാ അക്കാദമികളുടെ അംഗീകാരം ലഭിച്ചിരുന്നു. മലപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനമായ 10,000 രൂപയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുമെന്നും സിദ്ദിഖ് അറിയിച്ചു. മേലെ അരിയൂർ സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഫൈനലിൽ നെച്ചുള്ളി PRS ക്ലബ് ടീം ചാമ്പ്യന്മാരായി. വടക്കുമണ്ണം YMC ടീം ആണ് 2ാം സ്ഥാനം നേടിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി മേലെ അരിയൂർ സർഗം ക്ലബ് ടീമിന്റെ റിൻഡോ ജോസിനെയും മികച്ച ഗോൾ കീപ്പറായി നെച്ചുള്ളി ടീമിലെ അബ്ദുൾ മുത്തലിബിനെയും തെരഞ്ഞെടുത്തു. മാധ്യമപ്രവർത്തകനായിരുന്ന ഗഫൂർ കോൽക്കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ എന്നിവർ ജേതാക്കൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ചടങ്ങിൽ അനീഷ്, ഷഫീഖ്, അഷ്റഫ്, ശാന്തിഭൂഷൺ എന്നിവർ സംസാരിച്ചു.
ഇതോടെ ഗ്രാമഫോൺ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.